കാലങ്ങളിൽ ഇരുനില കെട്ടിടമെന്ന് പറയുന്നത് ആഡംബരത്തിന് പര്യായമായിരുന്നു. എന്നാൽ ഇന്ന് ചുരുങ്ങിയത് 3 മുറികളും അടുക്കളയും ഹാളുമുള്ള വീടെന്ന സ്വപ്നം ഇരുനില മന്ദിരങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ബഹുനില കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാൽ ഒരു നല്ല ഡിസൈനർ ഉണ്ടെങ്കിൽ ഈ വീടിൻ്റെ നിർമ്മാണം നമുക്ക് മനോഹരമായി പൂർത്തിയാക്കാം. ലാമറ്റ് സ്മാർട്ട് ഹോമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാമറ്റ് സ്മാർട്ട് ഹോമിൻ്റെ ഇന്നത്തെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരുള്ള മിസ്റ്റർ MK ശശിധരൻ്റെയും മിസസ് നിർമ്മല ശശിധരൻ്റെയും സ്വപ്നഗൃഹമായ സോപാനത്തിൻ്റെ വീട്ടുവിശേഷങ്ങളിലേക്കാണ്. വീടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് പോർഷനാണ് ഇത്. പെബിൾസ് ഒക്കെ നിറച്ച് പെബിൾസ് യാർഡ് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ മാതൃകയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഡൂം ഡിസൈനുകളാണ്. ട്രഡീഷണൽ ശൈലിയുടെ മുഖമുദ്രയായ പില്ലറുകൾ വളരെയധികം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ അതേ മാതൃകയിലാണ് മുകളിൽ ഓപ്പൺ ബാൽക്കണിയും ചാരുപടികളും നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ റൂഫിലേക്ക് നോക്കുമ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കട്ട് റൂഫിൽ റൂഫിംഗ് ടൈൽസ് ആണ്. ഇവിടുത്തെ കാർ പോർച്ചിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് സർക്കിൾ ഷേപ്പിലായത് കാരണം ഏത് വഴി എൻട്രി ചെയ്താലും മറ്റേ വഴിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട് യാർഡിൻ്റെ മോടി കൂട്ടാനായി യൂസ് ചെയ്തിരിക്കുന്നത് പേവിംഗ് ടൈൽസ് ആണ്. 120 സെൻറ്റിലായി 5000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സേജ് ഗ്രൂപ്പ് ആർക്കിടെക്ട്സിലെ ശ്രീ PN മോഹനാണ് ഇതിൻ്റെ ഡിസൈനർ. ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വെച്ചിട്ടുള്ളത് ഇതിന് റൗണ്ട് ഷേപ്പുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഡിസൈനാണ് വന്നത്. അത് ഒരു പരിധി വരെ ക്ലയൻറ്റിൻ്റെ താല്പര്യം കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടാണ്. പക്ഷേ അതിനപ്പുറത്ത് ഈ വീടിൻ്റെ ഫ്രണ്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു റോഡുണ്ട്, നേരെ കടന്നു പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു സ്ട്രൈറ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ അത്തരം ഷേപ്പിലുള്ള ഒരു ഡിസൈനിലാണ് ഈ വീടെങ്കിൽ ഇപ്പോൾ ഈ എലിവേഷനിൽ നമ്മൾ കാണുന്ന പോലെ ആ റൂമിനുള്ളിലുള്ളവർക്കും അത് നമുക്ക് ആ ഷേപ്പ് ഉള്ളത് കൊണ്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് തന്നെ ഈ എലിവേഷനിൽ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത്തരത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വേറെ നമ്മൾ ഈ റൂമിനകത്തുള്ളവർക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലുള്ള 2 ബെഡ്റൂമും അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ റൂഫും ചേർന്നിട്ടുള്ള 3 റൂഫുകൾ ചേർന്ന ഒരു ഡബിൾ കട്ട് റൂഫിൻ്റെ ഒരു കോമ്പിനേഷൻ, അത്ര ഒരു പാറ്റേൺ, അത്ര ഒരു ഡിസൈനാണ് നമ്മൾ എലിവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇതിന് ഡിസൈൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. ഇതിനകത്ത് പൈപ്പ്, സാധാരണ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഡ്രൈനേജ് സംവിധാനത്തിന് വേണ്ടി പൈപ്പുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ പില്ലറിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ നമുക്ക് ഒരു എലിവേഷനിൽ നമ്മൾ കാണുമ്പോൾ അതൊരു അഭംഗി വരാത്ത രീതിയിൽ ഈ വെള്ളം പോകാനായിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് പില്ലർക്ക് ഉള്ളിലൂടെ നമ്മൾ ആ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ എലിവേഷൻ വരുമ്പോൾ ഈ റോഡിൻ്റെ കിടപ്പും നമ്മുടെ പ്ലോട്ടിൻ്റെ കിടപ്പും അത് ഈ ക്ലയൻറ്റിൻ്റെ ആ താല്പര്യവും ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡിസൈനിലേക്ക് പോയിട്ടുള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോവാം. നമ്മൾ കണ്ട എലിവേഷൻ്റെ അതേ ഷേപ്പിലാണ് ഇവിടെ 2 വാൾസും കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ വാൾസ് കർവ് അല്ലെങ്കിൽ സെമി സർക്കിൾ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വുഡൻ പാനലിംഗ് ചെയ്ത ജനാലകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിനെ അല്ലെങ്കിൽ ഈ സിറ്റ് ഔട്ടിനെ കുറച്ചുകൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിലിണ്ട്രിക്കൽ പില്ലേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിങ്ങിനായി ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സിറ്റ് ഔട്ട് വാൾസിൻ്റെയും നടുക്കായിട്ടാണ് എൻട്രൻസ് ഡോർ. അവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ കുറച്ച് നല്ല ഭംഗിക്കായിട്ട് ഇവിടെ വുഡൻ പാനലിങ്ങും ഗോൾഡൻ വർക്ക്സും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ കയറി വരുന്നത് സെൻട്രൽ ഹാളിലേക്കാണ്.
ഈ ഒരു സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂം, കിച്ചൺ, ലിവിംഗ് സ്പേസ് എന്നിവയിലേക്ക് ആക്സസിങ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റെയർ കേസ് ആണ്. കർവ് ഷേപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡൻ റെയിലിങ്ങിൽ കാസ്റ്റ് അയൺ വെച്ച് ഗ്രിൽ വർക്കുകളും ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്സിനായി യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഈ സെൻട്രൽ ഹാളിൻ്റെയും മറ്റ് റൂംസിൻ്റെ എല്ലാം ഫ്ലോറിങ്ങിനായി യൂസ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസ് ആണ്. അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടൊരു ആർട്ട് പീസും ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈൽസിൻ്റെയും ജോയിനിങ്ങിനായിട്ട് ഒരു ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് വർക്ക് പോലെ നമുക്ക് തോന്നും. ഈ റൂമിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് കണ്ട എലിവേഷനിലെ ഡോമിൻ്റെ സ്പേസ് ഇതാണ്. ആ ഡോമിൽ കട്ട് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ട് എയർ തങ്ങി നിൽക്കാതെ ഒട്ടും സഫിക്കേഷൻ ഇല്ലാതെ എയർ സർക്കുലേഷൻ നന്നായിട്ട് പോകും. അത് ഈ റൂമിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ലിവിംഗ് റൂമിലേക്ക് പോവാം. വളരെ വിശാലമായ രീതിയിലാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് തയ്യാറാക്കിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വുഡൻ കാർവിങ്സും ഗ്ലാസ് കോമ്പിനേഷനുള്ള ഒരു ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രത്യേകതയായ ഒരു കർവ്ഡ് ഷേപ്പ് ഈ റൂമിലും ഉണ്ട്. അതിന് അനുയോജ്യമായി ഇവിടെ സോഫയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെയും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെയും കോമ്പിനേഷനുള്ള ടേബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പീസായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കുറേ ആർട്ടിഫിഷ്യൽ വർക്കുള്ള ടൈൽ വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നീട് സീലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫാൾ സീലിംഗ് ഉണ്ട്. അതിൻ്റെ കളർ ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ല ഹാങ്ങിങ് ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് റൂമിൽ തന്നെയാണ് ടിവിക്കുള്ള സ്പേസും കൊടുത്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഇവിടെ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ തീം ഈ റൂമിലെ കർട്ടൻസിൻ്റെ കളർ കോമ്പിനേഷനിലാണ്. ഇതിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജാലി വർക്കുള്ള ഫ്രെയിം വർക്കും ചെയ്തിട്ടുള്ളത്. പുറത്ത് കണ്ട എലിവേഷൻ്റെ സെമി സർക്കിൾ ഏരിയയുടെ ഉൾഭാഗം വരുന്നത് താഴത്തെ നിലയിലെ ഈ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ വാർഡ്രോബും അതുപോലെ തന്നെ കോട്ട്സും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് സെയിം കളർ ടോണിലാണ്. ഇവിടെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇവിടെ വേറൊരു ഡ്രസ്സിങ് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു റൂമിൻ്റെ പ്രത്യേകതയാണ്. ഫാൾ സീലിംഗ് ആണെങ്കിൽ കോൺട്രാസ്റ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 8 സീറ്ററാണ്. അതൊരു ഗ്ലാസ് ആൻഡ് വുഡൻ കാർവിംഗ് കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വാഷ് കൗണ്ടർ പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഹാൾ ടച്ച് ചെയ്യാതെ ലിവിംഗ് റൂമിൽ നിന്ന് ഡയറക്റ്റ് ഡൈനിങ് ഏരിയയിലേക്കുള്ള എൻട്രി കൂടി ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കുറേ അധികം സ്പേഷ്യസ് ആയിട്ടുള്ള പാത്രങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലെ ഫാൾ സീലിംഗ് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാഫ് പോർഷൻ വാൾ ടൈൽസും അതിനു മുകളിലേക്ക് സ്റ്റോറേജ് യൂണിറ്റ്സാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റോറേജ് യൂണിറ്റ്സ് വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലും സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഈ കിച്ചൻ്റെ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ ഡൈനിങ് ഏരിയയിൽ 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് കണ്ടത്.
ഇവിടെ ഒരു ചെറിയ 2 സീറ്റർ ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെജിറ്റബിൾ കട്ടിങ്സ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ക്വിക്ക് സ്നാക്സ് അങ്ങനെയുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ റഫ് ഫിനിഷ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ഉള്ള ഫ്ലോറിംഗ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാൾപേപ്പർ യൂസ് ചെയ്ത് ലെങ്ത് വൈസ് ഒരു ബ്യൂട്ടിഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ CNC കട്ടിങ്ങിൽ LED ലൈറ്റ് ബോക്സ് വെച്ച് ഒരു ബ്യൂട്ടിഫുൾ ആർട്ട് പീസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് ഡോർ കടന്ന് നമ്മൾ കയറി വരുന്ന സ്റ്റെയർ കയറി പോകുന്നൊരു ഏരിയയാണ്. അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വീടിൻ്റെ മെയിൻ ഡോറ് കടന്ന് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നൊരു ഏരിയ. ആ ഏരിയയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് നമ്മൾ ലിവിങ് റൂമിലേക്ക് പോകുന്നത്, ഡൈനിങ് റൂമിലേക്ക് പാസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇത് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡോമുമായിട്ട് ബന്ധപ്പെട്ടും ആ എയർ സർക്കുലേഷൻ കൊടുത്തിരിക്കുന്നതും അത് എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ടും കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ സ്റ്റെയർ കയറി ചെല്ലുമ്പോഴുള്ള ഈ ബാൽക്കണിയും ഈ മുറിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ റൂമിൽ സ്റ്റെയർ കയറി വന്ന ഈ മുറിയിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഒന്ന് നമുക്ക് ലിവിങ് റൂമിലേക്ക് കയറി പോകുന്ന എൻട്രൻസ് ഈ സ്റ്റെയർ കയറി പോകുന്ന ഈ റൂമിൽ തന്നെ. അപ്പോൾ ഫ്രണ്ട് എൻട്രൻസ് കയറി വരുമ്പോൾ നമ്മൾ ലിവിങ് റൂമിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ലിവിങ് റൂമിലേക്ക് പോവുകയും ചെയ്യാം. സ്റ്റെയർ കയറി പോകാനായിട്ട് കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നില്ല. പിന്നെ മാക്സിമം നമ്മൾ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 25 അടിയോളം ഹൈറ്റിലാണ് നമ്മൾ ഈ റൂമിൻ്റെ റൂഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിസൈനിൽ നമ്മൾ അതിൻ്റെ ഡോമിൻ്റെ സൈഡിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള വെൻറ്റിലേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മൾ ഈ റൂമിനെ ടോട്ടലി ഒരു ബിൽഡിങ്ങിൻ്റെ സെൻട്രലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസ് വഴി ഈ റൂമിനെ സംബന്ധിച്ച് അതിനകത്ത് നിന്നുള്ള എയർ സർക്കുലേഷൻ നാച്ചുറലി എയർ സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന സംവിധാനം തന്നെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഡൈനിങ് റൂമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏരിയയിൽ നിന്നും നമുക്ക് സ്റ്റെയർ കയറി പോകുന്ന ഈ വളരെ ഏറിയായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ ഈ സ്റ്റെയർ കേസ് റൂം നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതിനകത്ത് ഇതിൻ്റെ എലിവേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പരിധി വരെ ഈ സ്റ്റെയർ കേസ് റൂം വരുന്നുണ്ട്. സ്റ്റെയർ കയറി പോകുന്ന ഏരിയയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് സ്റ്റെയർ കയറി നമ്മൾ പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഇറങ്ങി വരുന്നതും ഡൈനിങ് റൂമിൻ്റെ ഒരു വളരെ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ തന്നെയാണ് ഡൈനിങ് റൂമിൻ്റെ ഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തുള്ളൊരു പ്രൈവസി അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ലിവിങ് റൂം സൈഡിൽ നിന്ന് പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ലിവിങ് റൂം വരുന്നത് നമ്മൾ ഫ്രണ്ട് ഡോർ കടന്ന് കയറുമ്പോൾ തന്നെ ലിവിങ് റൂമിലേക്ക് പോകാൻ കഴിയുന്നതുകൊണ്ട് ആ ലിവിങ് റൂമിന് മാക്സിമം പ്രൈവസി കിട്ടും. ആ ലിവിങ് റൂമിലിരിക്കുന്നവർക്ക് മറ്റേ ഈ പോർഷനിലേക്ക് വ്യൂ ഉണ്ടെങ്കിലും ഡൈനിങ് റൂമിലേക്കോ മറ്റ് വ്യൂ നമുക്ക് കിട്ടത്തുമില്ല. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു ലിവിങ് സ്പേസുമാണുള്ളത്. സ്റ്റെയർ കേസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ പാത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ റൂമുകളിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താഴെ നിന്ന് കണ്ട ഡോമും ഈ ഹാങ്ങിങ് ലൈറ്റ്സും എല്ലാം കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പേസും കൂടിയാണിത്. നമുക്കിനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇവിടെ വാൾസിൻ്റെ കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫാൾ സീലിംഗ് ഉണ്ട്, അതിനിടയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഒരു മുറിയും കൂടെ ഈ ഫ്ലോറിലുണ്ട്.
താഴത്തെ ലിവിംഗ് ഏരിയയിലെ പോലെ തന്നെ ഇവിടെയും TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പറും ജാലി കട്ട് വർക്ക്സുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനായി സോഫയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയുടെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഫാൾ സീലിംഗ് ആണ്. മനോഹരമായി സെറ്റ് ചെയ്ത ഫാൾ സീലിംഗിൽ ഹൈലൈറ്റിങ്ങിനായി LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ശശിധരൻ സാറിൻ്റെ ബിൽഡിങ്ങാണ്. അദ്ദേഹം ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഒരു പരിധിവരെ ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ റൗണ്ട് ഷേപ്പിലോട് അദ്ദേഹത്തിന് കുറച്ച് ഇഷ്ടങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടങ്ങളുമായിട്ടും അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സുമായിട്ടും ബന്ധപ്പെടുത്തി ഒരു ഡിസൈനിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് എത്രമാത്രം ആ ഡിസൈനിലേക്ക് എത്താം അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ഷേപ്പുകൾ ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, അതിനോട് ചുറ്റും വരാന്തകൾ. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുണ്ട്, അതിന് വരാന്തയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ കാർപോർട്ട്സ് ഇതെല്ലാം കണക്ട് ചെയ്ത റൗണ്ട് ഷേപ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതെങ്ങനെ നമുക്ക് പ്രയോജനകരമായിരിക്കും. അപ്പോൾ അതിലേക്കാണ് ഒരു ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ റൂമിൻ്റെ സൈഡിലുള്ള വരാന്തകൾ. ആ വരാന്തകൾക്കെന്ന് പറയുമ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ഭിത്തികൾ, ഈ വീടിൻ്റെ ഭിത്തികൾ പ്രധാനമായിട്ടും ബെഡ്റൂമിൻ്റെ ഭിത്തികൾക്കെന്ന് പറയുമ്പോൾ കൂടുതൽ ചൂടില്ലാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വരാന്തകൾ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് എലിവേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ വീടിനെ സംബന്ധിച്ച് കൂടുതൽ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ സാധാരണ വീടിന് ഒരു 2, 3 സ്റ്റെപ്പ്, 4 സ്റ്റെപ്പ്, 5 സ്റ്റെപ്പ്, 6 സ്റ്റെപ്പ് അങ്ങനെ സ്റ്റെപ്പില്ല. ഈ സ്റ്റെപ്പുകൾ പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി വീടിനകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഒരുപാട് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുന്നതും കുറച്ചൊക്കെ അപകടങ്ങളിലേക്ക് പോകുന്നതും കാര്യമായി സ്റ്റെപ്പില്ല. ആ സ്റ്റെപ്പ് ഇല്ലാത്തത് നമ്മൾ ഹൈറ്റ് നമ്മൾ അതനുസരിച്ച് വീട് ഉയർത്തി കൊടുത്തിട്ട് കാർപോർച്ചിൽ നിന്ന് ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ സിറ്റ് ഔട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ പ്ലിന്ത് ലെവലിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കാത്തത് കൊണ്ടും നമുക്ക് ഇതിനകത്ത് കൺവീനിയൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൃഹനാഥൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് യൂട്ടിലിറ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ലാമിറ്റ് സ്മാർട്ട് ഹോമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. പുതിയൊരു വീടിൻ്റെ പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.